എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് രാവിലെ ഒരു ചായ ആവാന്ന് വിചാരിച്ചേ. ഞങ്ങൾ അബുദാബിയിലായിരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടുപ്പമുള്ള ചായ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കുടിക്കുമായിരുന്നേ. അപ്പൊ ഇന്ന് അതൊന്നും ആക്കാന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ ഇഞ്ചിയും അതുപോലെ ഏലക്കയൊക്കെ ചതച്ചൊന്ന് ചേർത്തിട്ടുണ്ട്. നല്ല കടുപ്പമുള്ള നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരുക്കമാണ്, അതുകൊണ്ട് നല്ല തിരക്കായിരുന്നേ. അപ്പൊ ചായയൊക്കെ കുടിച്ചിട്ട് ഇന്ന് ചായ കുടിക്കാനായിട്ട് എൻ്റെ കൂടെ ബേബിക്കുട്ടനും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ തലവേദനയാണ്. അപ്പൊ ഇവർക്ക് രണ്ടാൾക്കും നല്ല രീതിക്ക് ജലദോഷം ഉണ്ടായിരുന്നേ. ഇപ്പൊ ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. ഇപ്പൊ ഡോക്ടർ കുറഞ്ഞില്ലെങ്കിൽ ഒന്ന് ചെന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ 3 ദിവസം മുമ്പാണേ പോയത്. അപ്പൊ ഇന്ന് ഒന്ന് പോയിട്ട് കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തെങ്കിലും വന്നെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ മടിയാണ് കേട്ടോ. കയ്യിലുള്ള മരുന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇവരുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെയൊന്നും റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ ചായ കുടിക്കുന്ന കണ്ടപ്പം ബേബിക്കുട്ടന് ചായക്കപ്പിനൊക്കെ പിടിയിട്ടിട്ടുണ്ട്. അതേ പാത്തുക്കുട്ടിന് നല്ല മൂഡൗട്ടാണ് കേട്ടോ. ആ ജലദോഷത്തിന്റെ ഒക്കെ ഒരു ഇതായിരിക്കും. നല്ല മൂഡൗട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. എങ്കിലും ഇന്ന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇന്ന് ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ. പാത്തുക്കുട്ടൻ അന്നേരം സാമ്പാർ വേണ്ട, നെയ്ദോശ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് ആക്കി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സമയം ഒട്ടും കളയാതെ പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക്. ഇവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ നേരത്തെ എടുക്കാം കേട്ടോ. ഉച്ചയ്ക്ക് 12 മണി വരെ എങ്ങാണ്ടാണ് കേട്ടോ അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടുന്നത്. പക്ഷെ എടുത്തിട്ടും കാര്യമൊന്നുമില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ആ ക്യൂയിൽ നിൽക്കണം. അപ്പൊ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി. ഞങ്ങൾക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, ഒരു 20 മിനിറ്റ് ദൂരം ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ചെന്നപ്പം കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സാധാരണ എപ്പോഴും നല്ല തിരക്കാണ് ഇവിടെ. കുറച്ച് ആളേ ഉള്ളെന്ന് വിചാരിച്ച് തീർന്നതേ ഉള്ളൂ കേട്ടോ. അതിനു മുമ്പ് ഇഷ്ടംപോലെ ആൾക്കാർ വന്നേ. ഒരുപാട് ആൾക്കാരാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഡോക്ടറിന്റെ ക്യാബിന്. ഇതിന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു 3-4 പേഷ്യൻസ് ഉണ്ടാവും. പേഷ്യൻസും അതുപോലെ അവരുടെ കൂടെയുള്ള ആളുകളും ഉണ്ടാവുമേ. ഒരുപാട് പേര് ഒരുമിച്ചാണ് കേട്ടോ അവർ കൺസൾട്ട് ചെയ്യുന്നത്. സത്യം പറയാൻ നമുക്ക് ഈ കുഞ്ഞു മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല. ആ ഡോക്ടറിനും അവരുടെ പേഷ്യൻസിനും എല്ലാം കൺസൾട്ട് ചെയ്ത് കഴിയണമല്ലോ. അത്രയ്ക്കും തിരക്കാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് അത്രമാത്രം ഫേമസ് ആയിട്ടുള്ള ഡോക്ടറുമാണ്, അത്രമാത്രം തിരക്കുമാണ്. ഇവിടെ പാത്തുക്കുട്ടനും ബേബിക്കുട്ടനും കൂടെ അവരുടെ ലോകത്ത് തന്നെയാണ്. ഇത് ഏത് സമയം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. എവിടെ അവർ രണ്ടുപേരും ഒരുമിച്ച് കിട്ടുമോ അവിടെ എല്ലാം ഇത് തന്നെയാണ്. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഇരിക്കുന്ന ഇടയ്ക്ക് വഴക്കുണ്ടാക്കും, എങ്കിലും കൂടുതൽ സമയം അവരിങ്ങനെയൊക്കെയാണ്. ബേബിനെ കൂട്ടാതെ പാത്തു എങ്ങാനും സ്കൂളിൽ പോയാൽ അന്നത്തേക്ക് അത് മതിയേ. പിന്നെ ഫുള്ള് കരച്ചിലും മൂടോട്ടും ആയിരിക്കും. പോയി കഴിഞ്ഞാലും അവനൊരു സങ്കടമാണ്. അവള് വരുന്നിടം വരെ ഒരു സങ്കടമാണ്. അങ്ങനെയാണ് കേട്ടോ ഇവര് തമ്മില്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ നമ്പറും വിളിച്ചിട്ടുണ്ട്. ഞങ്ങളും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടോ. 3-4 പേര് ഒരുമിച്ചാണ് കയറിയത്. അതിനുശേഷം കൺസൾട്ട് ചെയ്തു, മരുന്നൊക്കെ തന്നു, ആന്റിബയോട്ടിക് ഒക്കെ ഉണ്ട്. അങ്ങനെ മെഡിസിൻ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ട്. ഇനി നമുക്കൊരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആണ്. ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഫാൻസി ഉണ്ട്. നമ്മൾ ഇവിടെ വരുമ്പോൾ സാധാരണ പോകുന്ന ഒരു ഫാൻസിയാണ്. അപ്പൊ അത്യാവശ്യം വലുതാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് അധികം വണ്ടികളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കയറിയ ഉടനെ തന്നെ ഞാൻ ഏകദേശം ഒരു റൗണ്ട് എല്ലാം നോക്കിയിട്ടായി. എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. ഇപ്പൊ വാങ്ങിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ചെന്ന ഉടനെ തന്നെ ഈ ഒരു സംഭവം കൈ കിട്ടി കേട്ടോ. ഇത് അർജന്റ് ഉള്ള സംഭവമൊന്നും അല്ല. പക്ഷെ ഇനി ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരുമോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം കണ്ടപ്പം ഒന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ച്. ഇതൊരു ഗിഫ്റ്റ് ബോക്സ് ആണ്. അപ്പം ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉപകാരപ്പെടുമല്ലോ. അപ്പൊ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം ഡിന്നർ സെറ്റിന്റെ ഒക്കെ ഓരോ സെക്ഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അവര് ഡിന്നർ സെറ്റ് എടുക്കാനായിട്ട് ഗോഡൌണിലേക്ക് പോയി. അങ്ങനെ അവര് ഗോഡൌണിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് ഡിന്നർ സെറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും കാണാൻ നല്ല ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഈ ഒരു ഗോൾഡൻ ലീഫ് ഒക്കെ വരുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പൊ നമ്മള് ലാസ്റ്റ് അത് തന്നെയാണ് വാങ്ങിച്ചത്. അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. 18 പീസിന്റെ സെറ്റ് ആണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ ജഗും ഗ്ലാസ് ഒക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇതിങ്ങനെ കണ്ടപ്പം ഇത് തന്നെ വാങ്ങിക്കാന്ന് നമ്മൾ തീരുമാനിച്ചേ. നമ്മൾ വാങ്ങിക്കുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം വേണമല്ലോ വാങ്ങിക്കാനായിട്ട്. ഇതെന്തായാലും അവർക്ക് യൂസ്ഫുൾ ആകും. കിച്ചണിൽ എന്തായാലും യൂസ് ചെയ്യേണ്ട സംഭവങ്ങളാണല്ലോ. ആ സമയം കൊണ്ട് ഞാനും പാത്തുക്കുട്ടൻ ആവശ്യമുള്ള ടോയ്സും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കുമായിരുന്നു. ഈ സമയം എന്താ പപ്പയും അമ്മയും അവിടെ ചീപ്പൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടില് ചീപ്പ് കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിന് പകരമായിട്ട് വേറെ ഒരു ചീപ്പ് വാങ്ങിക്കാനായിട്ട് പോവാണ്.
അപ്പോൾ ഈ ചീപ്പാണ് കേട്ടോ ഫൈനലൈസ് ചെയ്തത്. ഒരുപാട് ടൈപ്സിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാനും പാത്തുക്കുട്ടനും ഈ ഒരു ടോയ് ആണ് വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഒരു ഡെറ്റോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് വന്ന് പോകുന്നതല്ലേ, അപ്പൊ നമുക്ക് കുഞ്ഞു മക്കളായതുകൊണ്ട് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഡെറ്റോൾ വാങ്ങിച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ നെയിൽ പോളിഷ്, എന്തോരം നെയിൽ പോളിഷ് നോക്കിയേ. ഞാനാണെങ്കിൽ നെയിൽ പോളിഷ് കണ്ടാൽ അവിടെ വീഴുവേ. ഇവിടെ എത്ര കളറാ, ഏതൊക്കെ ബ്രാൻഡാന്നറിയോ, ഇത്രയും നെയിൽ പോളിഷ് ഒരുമിച്ച് കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ ഈ രണ്ടെണ്ണമാണ്, ഇത് എപ്പോഴും ഞാൻ വാങ്ങിക്കുന്ന കളറാ. അത് തന്നെ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തു. പിന്നെ പാത്തുക്കുട്ടനും എനിക്കും ഇങ്ങോട്ട് ആവശ്യമുള്ള ക്ലിപ്പാണ്, അതും വാങ്ങിച്ചു. അവിടുന്ന് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് പാത്തിനൊരു ചെരുപ്പ് വാങ്ങിക്കാന്ന് വിചാരിച്ച. അപ്പോൾ ഡെയിലി സ്കൂളിൽ പോകുമ്പം ഇടാനായിട്ടുള്ള ചെരുപ്പാണ്. അപ്പൊ അവിടെ ഒരുപാട് കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മളിനി വേറെ കടയിലൊന്നും പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ചെരുപ്പാണ് വാങ്ങിച്ചത്. ഇതൊന്ന് വലിയ സൈസാണ് കേട്ടോ. ഓൾറെഡി അവർ ചെറുതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഈ റോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് അറിയാമായിരിക്കും. അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന സമയത്ത് ഈ റോഡിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇട്ട വീഡിയോയിൽ ഈ റോഡ് വളരെ മോശം അവസ്ഥയിലായിരുന്നേ. നിറയെ പൊടിയും ഒക്കെ ആയിട്ട്, കുണ്ടും കുഴിയൊക്കെ ആയിട്ട് വളരെ മോശം അവസ്ഥയായിരുന്നു. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒന്നും പറയണ്ട കേട്ടോ, ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടിക്ക് പോകാൻ പറ്റില്ല, അതേപോലത്തെ അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിയേ, ഇത്രയും വർഷം എടുത്തു എങ്കിൽ പോലും ഇപ്പൊ നല്ല മനോഹരമായിട്ടുള്ള റോഡായിട്ടുണ്ട്. നല്ല തിരക്കുള്ള റോഡ്, അതായത് സിറ്റീസ് ഒക്കെ വരുമ്പം ഫ്ലൈ ഓവർ ഒക്കെ കൊടുത്ത് അവര് നല്ലൊരു സൗകര്യം ആക്കിയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ, ഇതിങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ പോവാനായിട്ട് നല്ല രസമാണ്. അപ്പൊ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ ഇനിയും പെൻഡിങ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും തോന്നുന്നു. പണ്ട് ഞങ്ങളുള്ള സ്ഥലത്ത് നിന്ന് മംഗലാരം ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂറൊക്കെ വേണം. അതേപോലെ തിരക്കുള്ള റോഡാണ്, ട്രാഫിക് ഒക്കെ എപ്പോഴും ഉണ്ടാവും. അതുപോലെ റോഡും നല്ല മോശാവസ്ഥ ആയതുകൊണ്ട് വളവുകളൊക്കെ കൂടുതലായതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആവും. ഇപ്പൊ ഞങ്ങൾക്ക് മംഗലാരം എത്തണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വേണ്ട കേട്ടോ. ഇപ്പം കുറച്ച് വർക്കും കൂടെ പെൻഡിങ് ഉണ്ടല്ലോ, അതും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വേഗം എത്തും. ഞാൻ ഇതിലും രസമുള്ള മറ്റൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ റോഡിനേക്കാളും സ്പീഡിൽ പണി തീർത്തെടുത്ത മറ്റൊരു സംഭവമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മറ്റൊന്നുമല്ല, ടോളാണ്. അപ്പം റോഡിന്റെ പണി ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ പെൻഡിങ് ഉണ്ട്. ഇനി ഒരു 3-4 മാസമെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ ടോളിന്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ റോഡ് കാണുമ്പോൾ ഉണ്ടല്ലോ, അന്ന് നമ്മൾ കൊണ്ടിരുന്ന ആ റോഡ് ഏതാന്ന് പോലും മനസ്സിലാവില്ല. ആ സ്ഥലങ്ങൾ പോലും നമുക്കിപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അതേപോലെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ തിരിച്ച് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീടെത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ചൂടാണ്. ഉച്ച സമയമാണെങ്കിൽ പിന്നെ പറയണ്ട, നല്ല ചൂടാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പൊ അതായത് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. കാരണം എനിക്ക് മാത്രമുള്ള ഫുഡ് മതി. ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം പാത്തും പപ്പയും മമ്മിയൊക്കെ ഫംഗ്ഷന് പോവാണ്. അപ്പൊ ഞാനും ബേബിക്കുട്ടനും മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കുള്ള ഫുഡ് മതി. അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെജ് ഫുഡാണ്, സാധാരണ ചോറും കറിയാണ് വാങ്ങിച്ചത്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ കഴിച്ചതെന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പൊ അത് ആദ്യത്തെ കവറിനകത്ത് പപ്പടവും അതുപോലെ തന്നെ ചപ്പാത്തിയായിരുന്നു. അപ്പൊ ചപ്പാത്തി ഇവിടെ നമ്മൾ കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളേ, എങ്കിൽ പോലും നല്ല മരം പോലെ ആയിട്ടുണ്ടായിരുന്നു. ഇനി ചൂടോടെ അവർ പാക്ക് ചെയ്തോണ്ടാണോ എന്നറിയില്ല, മരം പോലെ ആയിട്ടുണ്ടായിരുന്നു. കഴിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പപ്പടവും അതെ അവര് തന്നെ പ്രോസസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത്രയ്ക്കും തണുത്ത് പോയിട്ട് അത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ബാക്കി എല്ലാ ഐറ്റംസും നല്ല ചൂടോടെയാണ് ഉണ്ടായിരുന്നത്. അത്ര ദൂരമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. തണുത്ത് പോകാനുള്ള സമയമായിട്ടില്ല. അപ്പൊ ചോറാണ് കേട്ടോ, ബോയിൽഡ് റൈസ് ആണ്. അപ്പൊ ഞാൻ സാധാരണ ബോയിൽഡ് റൈസ് കടയിൽ നിന്ന് വാങ്ങി കഴിക്കാറില്ല, എനിക്ക് വൈറ്റ് റൈസ് ആണ് ഇഷ്ടം. പക്ഷെ എന്താണെന്നറിയില്ല, പപ്പ മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പൊ ബോയിൽഡ് റൈസ് ആണ് വാങ്ങിച്ചേക്കുന്നത്. അതോടൊപ്പം ഞാനിത് രസമാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇത് ബീട്രൂട്ട് സാമ്പാറായിരുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പച്ചക്കറിയൊക്കെ വെച്ചിട്ട് അവർ സാമ്പാർ തയ്യാറാക്കും. അപ്പൊ ഇന്ന് ബീട്രൂട്ടിന്റെ സാമ്പാറായിരുന്നു. ഇതിപ്പോ വെണ്ടയ്ക്കയുടെ ഒരു തോരനാണ്. ഇവിടെ ഇതിന് പല്യാന്നാണ് കേട്ടോ പറയുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ്. അത് എന്തൊക്കെയോ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള ഗ്രേവി, ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ല, തേങ്ങ അരച്ചൊരു കറിയായിരുന്നേ. അപ്പൊ ഇത് രസമാണ്. ആദ്യം ഞാൻ കരുതിയത് ഇത് സാമ്പാറും അത് രസവും, റെഡ് കളറിൻ്റെത് രസമാണെന്നാണ് പിന്നെയാണ് കേട്ടോ മനസ്സിലായത്. സാധാരണ മോരൊക്കെ തരാറുണ്ട്, മോരും വെള്ളമൊക്കെ. പക്ഷെ ഇന്ന് തൈരാണ് തന്നേക്കുന്നത്.
തൈരും തരാറുണ്ട്. ഇവിടെ മോരും വെള്ളം, തൈര് ഒക്കെ സാധാരണ ഇങ്ങനെ ചോറിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോ മോരും വെള്ളം ഒന്നും ഇല്ല, അച്ചാറില്ലായിരുന്നു. പിന്നെ ഇതേത് പായസമാണ്. അവിടെ വെച്ച് കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ക്വാളിറ്റി നല്ലതാണെന്ന് തോന്നുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ക്വാളിറ്റി അവിടെ ഇരുന്ന് കഴിക്കുന്ന അത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഇനി ഇന്നത്തെ ഫുഡ് ആയതാ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ പായസവും സേമിയ പായസമാണെന്ന് തോന്നുന്നു, അങ്ങനെ അതും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ലഞ്ച്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു തീർത്തു. ഇനിയിപ്പം അവരിതാ ഫംഗ്ഷന് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. ഇപ്പൊ പാത്തുക്കുട്ടൻ വന്ന് ഒന്ന് കുളിച്ച് ഒക്കെയാണ് കേട്ടോ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് കുളിക്കാതൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ അവളുടെ വക കുറച്ച് ഡാൻസും കളിയൊക്കെയാണ്, പോകുന്നതിന്റെ ആ ഒരു സന്തോഷമാണ്. പാത്തു ഇവിടുന്ന് പോയി കഴിയുമ്പം ഒരുപാട് മിസ് ചെയ്യുന്നത് ഇങ്ങനത്തെയുള്ള ഫംഗ്ഷൻസും ഗ്യാതറിങ്സും ഒക്കെ ആയിരിക്കും. കാരണം നമുക്ക് അവിടെ ഒരു റൂമിനകത്ത് എപ്പോഴും അടച്ചുപൂട്ടി ഇരിക്കുവാണല്ലോ. അപ്പൊ ഇവിടെ ആവുമ്പം അവൾക്ക് ഫ്രീ ആയിട്ട് നടക്കാനും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. എപ്പോഴും അവള് അപ്പച്ചൻ്റെ അമ്മച്ചിയും കൂടെ എല്ലായിടത്തും പോവേ. അങ്ങനെ അവരിതാ പോവാനായിട്ട് ഇറങ്ങി. ഇനിയിപ്പം ഞാനും ബേബിയും കൂടെയാണ്. ബേബിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഇനി അവനെ ഉറക്കണം. ഇനിയിപ്പം അവർ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണേ. അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഫംഗ്ഷൻ. അപ്പൊ പെട്ടെന്ന് തന്നെ അവർ പോയിട്ട് വന്നു. അതിനുശേഷം ദാ ഞാൻ പാത്തുക്കുട്ടിന് മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ ഫാൻസി പോയപ്പോ മൈലാഞ്ചി വാങ്ങിച്ചായിരുന്നു. പാത്തു മൈലാഞ്ചി ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാനിപ്പോ ബുക്കിനകത്തൊന്ന് ഡിസൈനൊക്കെ വരച്ചിട്ടാണ് കേട്ടോ അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നത്. കാരണം അവള് കൈ ഇടയ്ക്ക് വെക്കത്തൊന്നും ഇല്ല, ഏത് സമയം കൈ അനക്കിക്കൊണ്ടിരിക്കും. അപ്പൊ കുറച്ചൊക്കെ കുളമായിട്ടുണ്ട്, എങ്കിലും ഒരു ഒപ്പിക്കാവുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. നെയിൽ പോളിഷ് ഇടുന്നത്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇപ്പൊ ആദ്യമായിട്ടാണ് മൈലാഞ്ചി ഇടുന്നത്. പക്ഷെ അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ കളറൊക്കെ വരുന്ന കണ്ടപ്പോൾ അവൾ ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുവാണ്. അപ്പൊ ബേബിക്കുട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. ആളത് ചേച്ചി പെണ്ണിന്റെ മൈലാഞ്ചിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവൻ അവളുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യും. ഇനിയിപ്പോ ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് കളികളും കൊഞ്ചലും ഒക്കെയാണ്. അപ്പൊ പാത്തുക്കുട്ടനും ഉണ്ട്, അതുപോലെ ബേബിക്കുട്ടനും ഉണ്ട്, ഞാനും ഉണ്ട്. ഇനി ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒന്ന് കൊഞ്ചട്ടെ. അപ്പൊ അതെ പാത്തുക്കുട്ടന്റെ കയ്യിലുള്ളതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അവൾക്ക് ഒരുമാതിരി ആവുന്നുണ്ട്. അവൾ ഒരുപാട് സമയം ഇതൊന്നും ഇട്ടുകൊണ്ടൊന്നും ഇരിക്കില്ല. അപ്പൊ തുടച്ചു കളയാനൊക്കെ ഞാൻ നോക്കുവാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നാരങ്ങാനീരും അതുപോലെ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ഒപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അധികം കളറൊന്നും ഇല്ല കേട്ടോ, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ നല്ല ഡാർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ ഞാൻ അവൾക്കൊന്ന് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നല്ല രീതിക്ക് ഉണങ്ങി പിടിച്ചുകൊണ്ട് അതങ്ങനെ പോകുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പൊ കഴുകണ്ടെന്ന് ഞാൻ പാത്തുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വൈകിട്ട് കുളിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു പ്ലാന്, നമുക്ക് പെട്ടെന്നൊന്ന് പോയി പപ്പനും അമ്മനെയും കണ്ടിട്ട് വരാന്ന്. അങ്ങനെ അത് പിള്ളേർ സെറ്റ് രണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാളെ എടുത്തോണ്ടാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ വന്നു, കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു. മമ്മി ദേ നല്ല ഉലോസുണ്ടയും ചിപ്സും വാട്ടർമെലനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാളും ആ സമയത്തിന് നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ. അപ്പൊ ഇന്ന് മൊത്തത്തിൽ ഒരു അടിപൊളി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.